ഇവളെ കൊണ്ടാക്കാൻ പോകുന്നത് ഞാനാ. കൊണ്ടാക്കാൻ പോകുമ്പോൾ ഇവരെന്ത് കാണിക്കുന്നോ അതങ്ങനെ തന്നെ ഇങ്ങനെ ഞാൻ മനസ്സിൽ പകർത്തി വീട്ടിൽ വന്ന ഉടനെ ഞാനാ ചെയ്ത് കാണിക്കുന്നത്. അമ്മ എന്തായാലും എന്നോട് വഴക്കുറയും, പെൺപിള്ളേരാണ്, അടങ്ങി ഒതുങ്ങി താഴെ നിൽക്കും, നീ മൂത്തതാണ്, നീ കുറേ ഇതാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ എല്ലാ സ്വന്തം അനിലമ്മ എറണാകുളമാണ്. ഞാനിപ്പോൾ വന്നത് കുറേ കാര്യങ്ങൾ പറയാനാണ്. കുറേ കാര്യങ്ങൾ പറയാനെന്ന് പറഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ യൂട്യൂബിൽ ടിക്ടോക്ക് ചെയ്ത് തുടങ്ങിയ കാലം തൊട്ട് നിങ്ങൾക്ക് എന്നെ അറിയാം. ഞാൻ കുറേ ഡാൻസുകൾ കളിക്കുകയും കുറേ എന്താ പറയുക, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കുറേ ഡാൻസുകളൊക്കെ തന്നിട്ടുണ്ട് ഞാൻ. അതോടൊപ്പം എനിക്ക് ബെനിഫിറ്റായി കിട്ടിയ കുറേ സിനിമകൾ ചെയ്യാൻ പറ്റി. ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ എണ്ണം പറഞ്ഞ നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ അഭിനയിക്കാൻ പറ്റി. ഇതൊക്കെ നിങ്ങൾ തന്ന സ്നേഹത്തിൻ്റെ ഒന്നുകൊണ്ട് മാത്രമാണ്, ദൈവസ്നേഹത്തിൻ്റെയും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നന്ദി എനിക്കുണ്ട്. ഇനി ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ ആളുകൾ എന്നോട് ചോദിച്ചേ, എന്താ അനിലമ്മയുടെ നാട് എവിടെയാ, അനിലമ്മയ്ക്ക് ആരൊക്കെയുണ്ട്, അനിലമ്മയുടെ വീട് എവിടെയാ, അല്ലമ്മ എങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നത്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചവരുണ്ട്. അപ്പോൾ ആളുകളുടെ അഭിപ്രായ പ്രകാരം ഞാൻ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങളല്ല, എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഈ പ്രായം വരെ ആയ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കേൾക്കാൻ തയ്യാറാണല്ലേ? എന്തായാലും ഞാൻ ഈ ഫീൽഡിലേക്ക്, അതായത് സിനിമ ഫീൽഡിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് വിഷയങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ട് വന്നു. സിനിമാ ഫീൽഡിൽ മാത്രമല്ല കേട്ടോ, എൻ്റെ ജീവിത പാതയിൽ ഓർമ്മയായ നാൾ മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങളോട്. കേൾക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ ദിവസവും ഞാൻ എൻ്റെ കഥകൾ പറഞ്ഞു തുടങ്ങാം. എനിക്ക് ഏതാണ്ട് ഓർമ്മയായത് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊരു മറവിയിലേക്ക് എനിക്ക് എല്ലാത്തിങ്ങളുണ്ടാകുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഒരു ബ്ലാങ്കായിട്ടാണ്. പക്ഷേ ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ നല്ല ബ്രൈറ്റായ ഓർമ്മയിൽ നിൽക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കലയുമായിട്ടുള്ളൊരു അഭേദ്യമായ ബന്ധമാണ്. അഭേദ്യമായ ബന്ധമെന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കര ആഗ്രഹമാണ് ഡാൻസ് കളിക്കണമെന്ന്. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു ഡാൻസ് ടീച്ചറുണ്ട്. അപ്പോൾ അവർ നമ്മുടെ പിന്നെ അറിയപ്പെടുന്നൊരു കലാകാരിയാണത്, മണി എന്ന് പറയും. മണിച്ചേച്ചി ഡാൻസ് പഠിപ്പിക്കുന്ന ആ സമയം തൊട്ട് അവിടെ കുറേ കുട്ടികൾ പഠിക്കാൻ വരും. എനിക്കും ആഗ്രഹമാണ് പഠിക്കണമെന്ന്. പക്ഷെ ഞാനാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും മൂത്ത ആൾ. ഞങ്ങൾ 6 മക്കളാണ്. എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾ 6 മക്കളുണ്ട്. ഏറ്റവും മൂത്ത ഞാനാണ്. എൻ്റെ താഴെയുള്ളവരാണ് 5 പേര്, 3 ആണും 3 പെണ്ണുമാണ് ഞങ്ങൾ. അപ്പോൾ എൻ്റെ താഴെയുള്ള 2 ആൺപിള്ളേർ കഴിഞ്ഞ് പിന്നെ 2 പെൺപിള്ളേർ കഴിഞ്ഞ് ഏറ്റവും ഇളയവരാണ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും ഇളയ അനിയത്തിയെ ഡാൻസിന്, അവൾക്ക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. ചെറിയ കുട്ടിയാണ്, ഒന്നോ ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന പ്രായം. അപ്പോൾ ഇവളെ കൊണ്ടുവന്ന് സ്കൂൾ, ഞങ്ങളെല്ലാം ഓരോ വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവളെ കൊണ്ടുവന്ന് ഡാൻസ് ടീച്ചറിൻ്റെ അടുക്കെ ആക്കി അവളെ ഡാൻസിന് വിട്ട്, ഈ പറഞ്ഞ മണിച്ചേച്ചിയുടെ അടുത്ത് ഡാൻസിന് വിട്ട് ഇവളെ കൊണ്ടാക്കാൻ പോകുന്നത് ഞാനാ. കൊണ്ടാക്കാൻ പോകുമ്പോൾ ഇവരെന്ത് കാണിക്കുന്നോ അതങ്ങനെ തന്നെ ഇങ്ങനെ ഞാൻ മനസ്സിൽ പകർത്തി വീട്ടിൽ വന്ന ഉടനെ ഞാനാ ചെയ്ത് കാണിക്കുന്നത്. അമ്മ എന്തായാലും എന്നോട് വഴക്കുറയും, പെൺപിള്ളേരാണ്, അടങ്ങി ഒതുങ്ങി താഴെ നിൽക്കും, നീ മൂത്തതാണ്, നീ കുറേ ഇതാവണം. ഞാൻ ഓർക്കും, അനിയത്തിയും പെണ്ണാണ് ഞാനും പെണ്ണാണ്, ഇപ്പോൾ എന്താ കുഴപ്പം?
അന്നൊക്കെ ഇത്രമാത്രം ഒന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. എന്നാലും എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അവളെ പഠിപ്പിക്കുന്നുണ്ട്, അവളെ കഴിഞ്ഞ് മൂത്ത ഞാൻ, എന്നെ വേണ്ട പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണ്ട അവളെ പഠിപ്പിക്കാൻ എന്നൊക്കെ എനിക്ക് തോന്നും. ഞാൻ ഓർക്കോ നമുക്കതൊന്നും പറഞ്ഞിട്ടില്ലായിരിക്കും. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി വരുന്നത്. ആനിവേഴ്സറി വരുമ്പോൾ അതിൽ ഈ കുചേലൻ്റെ കുറേ മക്കളിൽ ഒരാളായിട്ട് എന്നെയും കയറ്റി ടീച്ചർ. കുറേ മക്കളുണ്ടല്ലോ കുചേലന്. അപ്പോൾ കുചേലൻ കൃഷ്ണനെ കാണാൻ ദ്വാരകയ്ക്ക് പോയി. ഈ കഥയൊന്നും എനിക്ക് അന്നറിയില്ല, ഇപ്പോൾ അറിയാം. അപ്പോൾ ദ്വാരകയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ അമ്മയും കുഞ്ഞുങ്ങളെയും കാണിക്കുക, കുചേലൻ്റെ ഭാര്യയും മക്കളെയും കാണിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ അമ്മയെ വിശക്കുന്ന അമ്മയെന്നൊരു ഡയലോഗ് മാത്രമേ ഉള്ളൂ. അത് കൂട്ടത്തിൽ കുറേ പിള്ളേർ കലവിലാന്ന് പറയുന്നു. അപ്പം ഞാനും പറയണം അമ്മയെ വിശക്കുന്ന അമ്മയെന്ന്. അങ്ങനെ പറഞ്ഞ് ആ സീൻ കഴിഞ്ഞ് പിന്നെ ഒരു സീനും കൂടെ ഉണ്ട്. എന്തായാലും ആ സീൻ കഴിഞ്ഞ് ഞാൻ നോക്കുക എൻ്റെ പപ്പയുടെ മുഖത്തേക്ക്. അയ്യോ പേടിച്ചു പോയി. അപ്പം പപ്പ ചിരിച്ചോണ്ട് മകനെ ഇതെന്ത് കോലമാണ്. അപ്പം എന്താ ഇവിടെ കുറേ റോസ് പൗഡറൊക്കെ ഇട്ട് അന്ന് അങ്ങനെയൊക്കെയുള്ളൂ. അല്ലാതെ വലിയ മേക്കപ്പ് ഇന്നത്തെ പോലെ ഒരുപാട് കാശ് മുടക്കിയുള്ള മേക്കപ്പ് ഒന്നുമില്ല. റോസ് പൗഡറാണ് ഇവിടെ. ഇങ്ങനെ റോസ് പൗഡർ, പിന്നെ ലിപ്സ്റ്റിക്ക് പോലെ കുറച്ച് എന്തോ സാധനം, ചുവന്ന പൗഡർ, ഇതൊക്കെയുള്ളൂ. ഒരു തോർത്തുമുണ്ടാവും കൊടുത്തേക്കുന്നത്. പപ്പേനോട് പറഞ്ഞ് എൻ്റെ ദൈവമേ ഇതെന്ത് കോലമാണ്, ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ മക്കൾ, വാ പോകാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനു മുമ്പേ പപ്പ വന്നിച്ച് ഈ കൊച്ചുമറിയാമ്മ സാർ എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട്, പുള്ളിക്കാരത്തിയോട് ചോദിച്ച് അനിലമ്മയെ കണ്ട, എൻ്റെ മോളെ കണ്ടോന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് അയ്യോ അവിടെ എവിടെയെങ്കിലും കാണുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം പപ്പ ഇങ്ങനെ നോക്കി വന്നപ്പോൾ ടീച്ചർ തന്നെ വിളിച്ച് പറഞ്ഞു കൊടുക്കുക, അതേ ആ സ്റ്റേജിൻ്റെ പുറകിൽ നോക്കിക്കേ, അവൾ കുറേ പിന്നെ കുചേലൻ്റെ മക്കളായിട്ട് അഭിനയിക്കുന്ന കൂട്ടത്തിലെങ്ങാനും കൊണ്ടുവന്നു. അന്നേരമാണ് പപ്പ വന്ന് ഇത് നോക്കിയതും ഇത് കാണുന്നതും. ആ വേഷത്തിൽ തന്നെ എന്നെ എൻ്റെ കൈക്ക് പിടിച്ച് ഇങ്ങനെ വഴിയെ കൊണ്ടുപോവുക. കുറച്ച് ദൂരം പോകണം എൻ്റെ വീട്ടിലേക്ക്. ഇന്ന് ഇത്രയും മതി, ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ. എല്ലാം കൂടെ ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുകയല്ലേ.